ഇന്ന് എപ്പോഴത്തെയും പോലെയല്ല. നമ്മൾ ആൾക്കാരുടെ അഭിപ്രായം മാനിച്ച് നമ്മുടെ വീഡിയോൻ്റെ ഒരു ഫോമാറ്റ് മാറ്റാൻ പോവുക. ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് കൈൻഡ് ഓഫ് ഒരു വീഡിയോ എടുക്കാൻ പോകണേ. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് റൂമിലെത്തി വിനീത് എപ്പോഴത്തെ പോലെ വാലോയും കളിച്ചിരിക്കുന്നുണ്ട്. തൊട്ടപ്പുറത്താണെങ്കിൽ ആദ്യം ഗ്രീഷ്മയും കൂടെ നമ്മളെ റൂമൊന്ന് സെറ്റപ്പ് ആക്കാനായിട്ട് കുറച്ച് പോസ്റ്റേഴ്സ് നമ്മൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുക. കുറച്ചാളെ റൂമിൽ എന്തെങ്കിലും പോസ്റ്റർ ഒട്ടിക്കാൻ വിചാരിക്കണം. കണ്ടില്ലേ, സുരേഷ് ഗോപിക്ക് ഉണ്ട്. എന്ത് പരിപാടിയാണല്ലോ ഓക്കെ എന്ന് പറയാൻ ആശിക്കുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സംഭവങ്ങളൊക്കെ സെറ്റായി. ഇനി പ്രിൻ്റ് ഔട്ട് എടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ പോയപ്പോൾ അവിടെയാണ് ഈ കത്തി വില. അപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ച് വേറെ കടയ്ക്ക് പോകുന്ന വെച്ചപ്പോഴേക്കും ആശിക്ക് ആദ്യം ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കുന്നത്. പിന്നെ തൊട്ടപ്പുറത്ത് കടയിൽ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് പിള്ളേർ കഴിച്ചു. ഞാൻ പിന്നെ ഐസ്ക്രീം കഴിക്കാറില്ല, എനിക്കൊട്ടും ഇഷ്ടമല്ല. അങ്ങനെ ഐസ്ക്രീമും കഴിച്ച് തൊട്ടടുത്തുള്ള അടുത്ത കടയ്ക്ക് പോയി. അപ്പോൾ അതാണ് ഈ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ആകെ മൊത്തം ശോകം. എന്ത് ചെയ്യുന്നവരായിട്ട് നിൽക്കുമ്പോഴേ ഞങ്ങളുടെ കൂടെ കൂട്ടിയിട്ട് പട്ടി ഇരുന്നത്. ഇതാണെങ്കിൽ റോട്ടിൽ കൂടെ പോകുന്ന എല്ലാ വണ്ടിയിലും മൂത്രമൊഴിച്ച് വയ്ക്കും. പട്ടിയൊക്കെ കഷ്ടമാണ് ആശിക്കിൻ്റെ കാര്യം. റോട്ടി കിടക്കുന്ന ഏതോ കാറിൻ്റെ മുകളിൽ എന്തോ വരച്ച് വെച്ച്. അപ്പോൾ പിന്നെ പോസ്റ്റ് ഒട്ടിക്കൽ നടന്നില്ല. അപ്പോൾ ആശിക്ക് പറഞ്ഞ ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന്. ആശിക്കിനാണ് ബിരിയാണി ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ബിരിയാണി റൈസും വാങ്ങി തൊട്ടടുത്തുള്ള ചിക്കൻ കടയിൽ പോയി. അവിടെ പോയപ്പോൾ നമ്മുടെ സീനിയർ ചേട്ടന്മാരെ കണ്ടു. ഇതാണ് അമലേട്ടൻ. അമലേട്ടൻ നമ്മുടെ സീനിയറാണ് കേട്ടോ. അവിടെ അണ്ണൻ ചിക്കനൊക്കെ വലിച്ച് കീറി സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചിക്കനും ആവശ്യമുള്ള പച്ചക്കറിയൊക്കെ വാങ്ങി ഞാനും ആശിക്കും നേരെ വിട്ടു റൂമിലേക്ക്. ഈ വണ്ടി നമ്മുടെ കൂട്ടുകാരന്മാരില്ല, അതൊന്ന് കൊണ്ടുവരണം. അപ്പോൾ വണ്ടി കൊടുത്ത് വരുന്ന വഴിക്ക് 2 സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിച്ച റൂമെത്തി. ഇതാണ് ഞങ്ങളുടെ റൂം. ഇത് മോട്ടു. ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ്. റൂമിലെത്തിയപ്പോഴേക്ക് പിള്ളേർ മൊത്തം പിടിപ്പത് പണിയായിരുന്നു. പിന്നെ ഒരുപാട് പേരുള്ളതുകൊണ്ട് പരിപാടിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. അക്ഷയാണ് ഈ കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ട് അരിയുണ്ടായിരുന്നത്. ഹൈടെക്. ഞാനൊന്ന് പോയി വരാൻ വൈകിയപ്പോഴേക്കും പിള്ളേർ മൊത്തം എല്ലാം സെറ്റാക്കി വെച്ചുട്ടാ. ഗ്രീഷ്മയുടെ ചിക്കൻ്റെ മുകളിലായിരുന്നു. ആദ്യം പിന്നെ അവിടെ ക്യൂട്ട്നസ് കാണിച്ച് നിൽക്കുന്നുണ്ട്. ഉള്ളി അതിന് കണ്ണെരിഞ്ഞുകൊണ്ടാണോ അതോ കാണാൻ ലുക്കായിട്ടാണോ എന്നറിയില്ല. അക്ഷയ് പിന്നെ കൂളിംഗ് ഗ്ലാസ് മുഖത്ത് മാറ്റിയിട്ടില്ല. ഫുൾ ടൈം അതിൻ്റെ മുകളിൽ തന്നെയായിരുന്നു. ബിരിയാണി വെക്കുന്ന സമയത്ത് മൊത്തം ഞാൻ അടുക്കള ആശിക്കിന് വിട്ട് കൊടുക്കും. കാരണം ആശിക സൂപ്പറായിട്ട് വെക്കാറുള്ളത്. ഞാൻ വലിയ കാര്യത്തിൽ ഇടപെടാൻ പോകാറില്ല. പിന്നെ ചിക്കനാണെങ്കിൽ ഗ്രീഷ്മ നോക്കിക്കോളും. അപ്പം പിന്നെ എനിക്ക് ആ ബുദ്ധിമുട്ടില്ല. ആശിക്ക് എപ്പോൾ നോക്കിയാലും ഇവിടെ വന്ന് ബിരിയാണി വെക്കാറുണ്ട്. നമ്മുടെ കൂട്ടുകാരനായതുകൊണ്ടും അതുപോലെ കഴിഞ്ഞ വീഡിയോസിൽ കുറേ ഊക്ക് കിട്ടിയോണ്ടും പറയുന്നതല്ല, ആശിക്ക് വെക്കുന്ന ബിരിയാണിക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. കാര്യം ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങി സ്വന്തമായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ടെങ്കിലും ഹോസ്റ്റലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമായിരുന്നു ശരിക്കും പുറം ലോകമായിട്ടുള്ളൊരു കണക്ഷൻ പോയി. അപ്പോൾ എല്ലാവരായിട്ടും ഇങ്ങനെ ഹാങ് ഔട്ട് ചെയ്യുന്നത് ഇതുപോലെ വല്ല ഫുഡ് ഉണ്ടാക്കുമ്പോഴും പിള്ളേരൊക്കെ വരുമ്പോഴാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവരൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറേ ടൈം ഇങ്ങനെ എൻജോയ് ചെയ്ത് പോവുക ചെയ്യുക. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വയറും നിറഞ്ഞു. വിനീത് പറഞ്ഞ പോലെ മനസ്സും നിറഞ്ഞു. അപ്പോൾ ഒരു ചായ കുടിച്ച് നമ്മൾ നമ്മുടെ വഴിക്ക് പോവാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.